കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ തർക്കം പരസ്യപ്പോരിലേക്ക്. പാർട്ടി പുറത്താക്കിയവർ വിമതയോഗം ചേർന്നു. മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ച് നടത്തിയ പ്രകടനവും യോഗത്തോടനുബന്ധിച്ച് നടന്നു. യഥാർത്ഥ ലീഗ് തങ്ങളാണെന്നാണ് യോഗം ചേർന്നവരുടെ അവകാശവാദം. തിരുവമ്പാടി മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിന്നിരുന്ന തർക്കമാണ് ചേരിതിരിഞ്ഞ് പരസ്യപ്പോരിലേക്ക് നീങ്ങുന്നത്. നേരത്തെയുള്ള തർക്കത്തിനൊടുവിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു വിഭാഗം KMCCയുടെ പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഔദ്യോഗിക നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ വിമർശനവും ഈ പരിപാടിയിൽ ഉയർന്നു. തുടർന്ന് ഈ പരിപാടിയുടെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടവരാണ് ഇന്നലെ വിമത യോഗം ചേർന്നത്. തിരുവമ്പാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് കൊടിയേന്തി പ്രകടനവും യോഗത്തോടനുബന്ധിച്ച് നടന്നു. യഥാർത്ഥ മുസ്ലിം ലീഗ് തങ്ങളാണെന്നും വിമതർ അവകാശപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരെയും, പുറത്തുപോയ എല്ലാ നേതാക്കന്മാരെയും ലീഗിനകത്തേക്ക് കൊണ്ടുവന്ന് ശക്തമായ ഒരു സംവിധാനമായി ലീഗിനെ ഇവിടെ നിലനിർത്തി പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളാണ് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗിനകത്തെ പ്രാദേശികമായ വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ലീഗ് നേതൃത്വത്തിന് വിമത യോഗം ചേർന്നവർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം യോഗങ്ങൾ പാർട്ടിയെയോ മുന്നണിയെയോ ബാധിക്കില്ലെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർക്കെതിരെ സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നും മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.